ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ പരിശോധിക്കാം. ദേശീയപാത 66 മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളിലിടിച്ച് 2 പേർക്ക് പരിക്ക്. അപകടം ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കം. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രികരായ മതിൽമൂല തേർവീട്ടിൽ രാമുവിന്റെ മകൻ രമേശ്, പനങ്ങാട് ചിറയിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്ന കാർ ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും. യേശുക്രിസ്തുവിന്റെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ. മതിലകം സ്പോർട്സ് അക്കാദമി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം മന്ത്രി P. രാജീവ് നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, P.K. ചന്ദ്രശേഖരൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, P.K. ചന്ദ്രശേഖരൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.P. രാജൻ, സംഘാടക സമിതി ഭാരവാഹികളായ V.K. മുജീബ് റഹ്മാൻ, K.Y. അസീസ്, P.H. നിയാസ്, T.H. അമീർ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ഈ നാടിൻ്റെ ഉത്സവമായിട്ടാണ് വരുന്നത്. ഇന്റർനാഷണൽ വോളിബോൾ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ലഹരിക്കെതിരെ കായികമായ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മത്സരത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. മതിലകത്തിൻ്റെ ഉത്സവമായി ഈ ഇന്റർനാഷണൽ വോളിബോൾ ഫെസ്റ്റിവൽ മാറട്ടെ. എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഈ ഗാലറിയുടെ നിർമ്മാണോദ്ഘാടനം പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. CP ട്രസ്റ്റിന്റെ വിശ്വ ഈസ്റ്റർ കിറ്റുകൾ തീരദേശത്ത് വിതരണം ചെയ്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മുൻവർഷങ്ങളിലെ പോലെ ഈ വർഷവും തീരദേശ മേഖലകളിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റുകൾ നൽകിയത്. ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. ആശ്രയ, അതിദരിദ്രർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ 4 ലക്ഷം പേർക്കാണ് റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഇത്തവണ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ജിതൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.P. രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ച് സമ്മർ ഫെസ്റ്റ് 2025 ഏപ്രിൽ 23 മുതൽ മെയ് 15 വരെ നടക്കും. മുസ്രിസ് പൈതൃക പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം മന്ത്രി P. രാജീവ് നിർവഹിച്ചു. E.T. ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് K.P. രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.K. അസീം, വാർഡ് മെമ്പർ സുമിത ഷാജി, മുസ്രിസ് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ, ഇബ്രാഹിം സബിൻ, അഖിലസ് ഭദ്രൻ, സംഘാടക സമിതി ചെയർമാൻ M.S. അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66 മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളിലിടിച്ച് 2 പേർക്ക് പരിക്ക്. അപകടം ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.